കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് പുറത്തായതോടെയാണ് CPM സഹകരണ പ്രസ്ഥാനങ്ങളെ അപ്പാടെ വിഴുങ്ങിയ വിവരം മലയാളികൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അതിന് നിയമം വരെ എത്തി നിൽക്കുകയാണ്. ശതകോടികൾ സഹകരണ സ്ഥാപനങ്ങളിൽ നിന്ന് CPM നേതാക്കൾ തട്ടിയെടുത്ത് സ്വന്തം കീശയിലാക്കി. നല്ലൊരു ഭാവി, മക്കളുടെ കല്യാണം എന്നിവയെല്ലാം തന്നെ കരുതിക്കൊണ്ട് സ്വരുക്കൂട്ടിയ തുക സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച പാവങ്ങൾ കരുതിയിരുന്നില്ല എല്ലാം തലപ്പത്തിരിക്കുന്ന CPM നേതാക്കൾ കവർന്നെടുക്കുമെന്ന്. യാതൊരുവിധ രേഖകളുമില്ലാതെയാണ് CPM ഭരണസമിതി ഇഷ്ടക്കാർക്ക് വായ്പ നൽകിക്കൊണ്ട് ബാങ്കുകളെ തകർത്തത്. കേരളത്തിലെ സഹകരണ ബാങ്കിംഗ് മേഖലയിൽ പ്രത്യേകിച്ചും CPM നിയന്ത്രിത സ്ഥാപനങ്ങളിൽ നടക്കുന്ന സാമ്പത്തിക ക്രമക്കേടുകൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഒരു വഴിത്തിരിവായി മാറിക്കഴിഞ്ഞു. തൃശൂരിലെ കരുവന്നൂർ സഹകരണ ബാങ്കിൽ 300 കോടിയിലധികം രൂപയുടെ കള്ളപ്പണം വെളുപ്പിച്ചു എന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണ്ടെത്തലുകൾ CPM സംസ്ഥാന നേതൃത്വത്തെ നേരിട്ട് പ്രതിക്കൂട്ടിലാക്കിയതാണ്. മുൻ മന്ത്രിയും സിറ്റിംഗ് MLAയുമായ AC മൊയ്തീൻ, സിറ്റിംഗ് MP K രാധാകൃഷ്ണൻ എന്നിവരടക്കം ഉന്നത നേതാക്കൾക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കുകയും പാർട്ടിയെ തന്നെ 68ാം പ്രതിയായി ചേർക്കുകയും ചെയ്തത് ഈ വിഷയത്തിന്റെ രാഷ്ട്രീയ ഗൗരവം വർദ്ധിപ്പിച്ചു. പാർട്ടി ഫണ്ടിങ്ങിനായി ബിനാമി വായ്പകളും വ്യാജ ഇടപാടുകളും ഉപയോഗിച്ചു എന്ന EDയുടെ നിഗമനം സാധാരണക്കാരുടെ സാമ്പത്തിക സുരക്ഷയെ മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിസ്ഥാന തത്വങ്ങളെയും ചോദ്യം ചെയ്യുന്ന സാഹചര്യവും സൃഷ്ടിച്ചു. തുടർന്നും CPMന്റെ ബാങ്ക് തട്ടിപ്പിന്റെ ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരുന്നു. കരുവന്നൂരിന് സമാനമായാണ് തിരുവനന്തപുരം നേമത്തെ സഹകരണ ബാങ്കിൽ 100 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് പുറത്തു വന്നത്. പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിട്ടും തട്ടിപ്പിന് നേതൃത്വം നൽകിയവരെ CPM സംരക്ഷിക്കുന്നു. ഇതോടെ ജനം BJPയെ വലിയ തോതിൽ പിന്തുണയ്ക്കാനും തുടങ്ങി. നേമം നിയമസഭാ മണ്ഡലം BJPക്ക് കേരളത്തിൽ MLA സമ്മാനിച്ച പ്രദേശമാണ്. വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ CPM നേരിടുന്ന രാഷ്ട്രീയ വെല്ലുവിളി വർദ്ധിക്കും. ED കുറ്റപത്രത്തിൽ പേരുള്ള K രാധാകൃഷ്ണൻ, AC മൊയ്തീൻ തുടങ്ങിയ നേതാക്കളെ പാർട്ടി നേതൃത്വം തൽസ്ഥാനങ്ങളിൽ നിന്ന് നീക്കം ചെയ്ത് നിയമപരമായ നടപടികൾക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറുണ്ടോ എന്ന ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. അതോ ഇവരെ സംരക്ഷിക്കുന്നത് തുടരുമോ എന്നതും ശ്രദ്ധേയമായ ചോദ്യം തന്നെയാണ്. പാർട്ടിയിൽ തന്നെ പ്രതിചേർക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ, പാർട്ടി ഫണ്ടുകളുടെ സുതാര്യത ഉറപ്പാക്കാൻ CPM തയ്യാറുണ്ടോ എന്നും അത് എപ്പോൾ തിരികെ നൽകുമെന്ന ചോദ്യവും ഉയർന്നു വരുന്നുണ്ട്. നേമത്തും കരുവന്നൂരിലും തട്ടിപ്പിനിരയായ പാവപ്പെട്ടവരുടെ പണം, പ്രതികളുടെയും ബിനാമികളുടെയും ആസ്തികൾ വിറ്റ് എത്ര സമയത്തിനുള്ളിൽ തിരികെ നൽകുമെന്ന് CPM ഉറപ്പു നൽകും എന്ന ചോദ്യങ്ങളെല്ലാം തന്നെ BJP ഉയർത്തിക്കഴിഞ്ഞു. സഹകരണ മേഖലയിലെ തട്ടിപ്പ് കേരളത്തിന്റെ തലസ്ഥാനം വരെ എത്തിച്ചേർന്ന സാഹചര്യത്തിൽ ഈ പ്രതിസന്ധിയെ കേന്ദ്ര സർക്കാർ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നതും രാഷ്ട്രീയ ലോകം ഉറ്റുനോക്കുക തന്നെയാണ്. കേന്ദ്ര ആഭ്യന്തര വകുപ്പിനൊപ്പം തന്നെ സഹകരണ മന്ത്രാലയത്തിന്റെ തന്ത്രപരമായി ചുക്കാൻ പിടിക്കുന്ന അമിത്ഷായാണ് കേരളത്തിലെ ഈ പ്രതിസന്ധിയിൽ ശ്രദ്ധാകേന്ദ്രം. 2021 പുതിയ സഹകരണ മന്ത്രാലയത്തിന് രൂപം നൽകിയതും സഹകരണത്തിലൂടെ സമൃദ്ധി എന്ന മുദ്രാവാക്യമുയർത്തി ദേശീയ സഹകരണ നയം 2025 പ്രഖ്യാപിച്ചതും സംസ്ഥാനങ്ങളുടെ അധികാര പരിധിയിലേക്ക് കേന്ദ്രത്തിന്റെ രാഷ്ട്രീയ വാൾ ഇറക്കാനുള്ള വ്യക്തമായ നീക്കമായാണ് CPM നേതാക്കൾ കാണുന്നത്. കരുവന്നൂർ, നേമം കേസുകളിൽ EDയുടെ അതിശക്തമായ ഇടപെടലുകൾ തുടരുന്നതും സിറ്റിംഗ് MPമാർക്കെതിരെയും മുൻ മന്ത്രിമാർക്കെതിരെയും കുറ്റപത്രം നൽകിയതും CPMനെ കടുത്ത രാഷ്ട്രീയ സമ്മർദ്ദത്തിൽ ആക്കുന്നുമുണ്ട്.